ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 3 നൈറ്റിയുടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ തയ്യൽ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ തയ്യൽ റൂം വരുന്നത് നമ്മുടെ സ്റ്റെയർ റൂമിൽ തന്നെയാണ് നമ്മൾ തയ്യലിൻ്റെ റൂമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. തയ്യൽ മെഷീനൊക്കെ നമ്മൾ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 നൈറ്റി മെറ്റീരിയൽസും ചെറുപറ പറഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം. എങ്കിലേ നമ്മുടെ ബാക്കി ജോലികളെല്ലാം വീട്ടുജോലികളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളേ. അങ്ങനത്തെ നമ്മളിത് നൈറ്റിയുടെ ആ ഒരു ബോഡി മെഷർമെൻറ്റ്സുകളൊക്കെ അടയാളപ്പെടുത്തി ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ കൈ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് വെച്ച് കെട്ടി വയ്ക്കാവേ. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 നൈറ്റിയുടെ മെറ്റീരിയൽ കൂടി കട്ട് ചെയ്യാനുണ്ട്. അതൊരു XXL സൈസ് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബാത്തിക് പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെയുള്ള മെറ്റീരിയൽസ് ആണ്. കൂടാതെ ഒരു അജ്രക്ക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ കൂടി ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ അളവുകളൊക്കെ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതാണ് ആ അജ്രക്കിൻ്റെ മെറ്റീരിയൽ. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതിൽ കളറിളകുന്ന 1-2 എണ്ണം ഞാൻ നോർമൽ വാഷ് ചെയ്താണ് ഇടുന്നത്. അങ്ങനെ ആ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അടുക്കളയെല്ലാം കറക്കി ഒതുക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തേക്കുള്ള നമ്മുടെ പുട്ടും കടലയാണ് ഇന്നത്തെ സ്പെഷ്യൽ, അതുണ്ടാക്കണം. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് നമ്മുടെ തുണികളൊക്കെ അലക്കി നല്ല ഭംഗിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് വിരിച്ചിടുവാണ്. ഇതിനിടയ്ക്ക് എൻ്റെ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. അപ്പം നാത്തൂനും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസിൻ്റെ അവധി ആയതുകൊണ്ട്. അപ്പോൾ അതിനാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. പിന്നെ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു, കുറച്ച് ലേസുകളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡിയായിട്ട് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇതിനിപ്പോൾ നമ്മുടെ ടൗൺ വരെ ഒന്ന് പോയി ലേസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. അതിന് തുണിയും ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കളർ നോക്കി വാങ്ങിക്കാൻ വേണ്ടി. ഇനി വന്നിട്ടാണ് ബാക്കി പരിപാടി. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. എൻ്റെ പുതിയ മെഷീനകത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു പ്രത്യേകത, ഇതിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ത്രെഡ് കട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കത്രിക എടുക്കുന്നത് എനിക്കൊരു പാടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് ഒരു ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ മെഷീനകത്തുള്ളത്. നമ്മൾ ഇതിൻ്റെ ലിവറിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന ലിവർ ഉണ്ടല്ലോ കാലുകൊണ്ട്, അപ്പോൾ ആ ഒരു ലിവറിൻ്റെ ഭാഗത്ത് ഇത് ബാക്കിലോട്ടൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ത്രെഡ് കട്ടാവുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ മെഷീൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ മെഷീനെ സംബന്ധിച്ച് ഈ മെഷീന് ഒരു 3000 രൂപ എക്സ്ട്രാ ആയിട്ടുണ്ട് നമുക്ക് വാങ്ങിയ സമയത്ത്. അങ്ങനെയൊക്കെയാണ് ഈ മെഷീൻ്റെ പുതിയ വിശേഷങ്ങളെ. അപ്പോൾ ഈ മെഷീനകത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നൈറ്റിയുടെ പരിപാടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ആദ്യം തന്നെ ഞാനിതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഇതൊരു XXL സൈസിൽ സ്റ്റിച്ച് ചെയ്യുന്നൊരു നൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലീവ് നമുക്ക് തികയാതെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഏപ്പുകളൊക്കെ കൈക്ക് വരുന്ന ഏപ്പുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ലാർജ് സൈസിൽ വരുന്ന ആ ഒരു നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ ഇതെല്ലാം കഴിയും, സ്റ്റിച്ചിങ് എല്ലാം കഴിയും. ഇനി നമുക്ക് കുറച്ച് കൈത്തയ്യൽ കൂടി ഉണ്ട് ഇതിനകത്ത്, ഹുക്ക് വെക്കേണ്ട ഇതുകൂടിയുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി ഫിനിഷ് ആവുകയെ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം വരുന്നത് ഈ ഒരു പച്ച ബാത്തിക് പ്രിൻ്റിൽ വരുന്ന ഈ ഒരു നൈറ്റിയാണ്.
ഇതും ഈ ഒരു അജറക്കിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു നൈറ്റി ഒരു ഡബിൾ എക്സൽ സൈസിലുള്ള ആൾക്ക് വേണ്ടിയാണ്. എൻ്റെ കൈയുടെ അടിഭാഗത്തായിട്ടൊരു കറുപ്പ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ലാർജ് സൈസിൽ വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.